ക്രിപ്റ്റോ എക്കോസിസ്റ്റത്തിൽ പ്ലേ ടു ഏൺ എന്ന് പറയുന്ന പ്രൊജക്ട്സ് എല്ലാം ഭയങ്കര രീതിയിൽ ഹൈപ്പ് കിട്ടുന്ന ഒരു പ്രൊജക്റ്റാണ്. നമ്മളെല്ലാവരും അത് കണ്ടിട്ടുള്ളതാണ്. ആക്സി ഇൻഫിനിറ്റി എല്ലാം ഇതുപോലെ ഗെയിം കളിച്ചിട്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അവഗോഡ്സി എന്ന് പറയുന്ന ഒരുപാട് പ്ലേ ടു ഏൺ പ്രൊജക്ട്സ് ഉണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇതുവരെ ലോഞ്ച് ചെയ്യാത്ത ഒരു പ്ലേ ടു ഏൺ പ്രൊജക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പം ഇത് പറയണമെന്ന് വെച്ചാൽ, ഒരു 4 മാസം മുമ്പ് ജമ്പ് ട്രേഡ് NFT എന്ന് പറഞ്ഞിട്ട് ഒരു ടൈപ്പ് ഓഫ് പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്തിരുന്നു. അപ്പം അത് അന്നേരം നമ്മൾ കാര്യമായിട്ട് പലർക്കും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അതിപ്പം ഭയങ്കര രീതിയിൽ ഹൈക്കായിട്ടുണ്ട്. കാരണം അത് നല്ല രീതിയിലുള്ള പ്രൊമോഷൻസ്, നല്ല രീതിയിലുള്ള സപ്പോർട്ട് എല്ലാം ഉണ്ട്. ഫ്ലിപ്കാർട്ടെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് മെയിൻലി ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ട് ക്രിക്കറ്റ് ഫാൻസ്, നമുക്ക് ഇന്ത്യയിൽ അറിയാം ഒരുപാട് പേര് ക്രിക്കറ്റ് ഫാൻസ് ഉണ്ട്. സോ അത് ആ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു പ്രൊജക്റ്റാണ്. അപ്പം NFTs എല്ലാം ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ട് വരും. അതിൻ്റെ ബേസിക് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ NFTs നമുക്ക് ഓരോ റോൾ ഉണ്ടാവും. ബാറ്റ്സ്മാൻ, ബോളേഴ്സ്, ഓൾറൗണ്ടേഴ്സ്, അങ്ങനെ ഓരോ സെപ്പറേറ്റ് റോൾ ഉണ്ടാവും. ഇതൊക്കെ ഓരോ NFT ആണ്. സോ നമ്മൾ നമ്മുടെ ഉള്ള NFTക്ക് അനുസരിച്ച് നമുക്ക് ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത്, ഇപ്പം നല്ല എക്സാമ്പിൾ വിരാട് കോഹ്ലിയുടെ ഒരു NFT ആണ്, എക്സാമ്പിൾ പറയുകയാണ്. അപ്പോൾ അതിൽ നല്ല ബാറ്റ്സ്മാൻ ഓരോ റേറ്റിംഗ് ഉണ്ടാവും. ചിലപ്പോൾ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് റേറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ നല്ല റേറ്റിംഗ് ഉള്ള ഒരു ബാറ്റ്സ്മാനെ നമ്മൾ ചൂസ് ചെയ്ത് നമ്മൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ, നമുക്ക് ആ ഒരു ബാറ്റ്സ്മാൻ നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് നമ്മൾ ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിൽ നമുക്ക് ജയിക്കാനുള്ള പൊട്ടൻഷ്യൽ കൂടും. നമ്മൾ ആ മാച്ചിൽ ജയിക്കുമ്പോൾ നമുക്ക് അതിന് റിവാർഡ്സ് കിട്ടും. ആ സാധനം നമുക്ക് നമുക്ക് പ്രോഫിറ്റായിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. അതേ സമയത്ത് നമ്മൾ ഈ വാങ്ങിയേക്കണ NFT നമുക്ക് ഏത് സമയത്തും സെല്ല് ചെയ്യാം. ഓൾറെഡി ഇപ്പോൾ ഇത്രയും വോളിയം ഉള്ള ഒരു ഗെയിമൊക്കെ നടക്കുന്ന സമയത്ത് നല്ലൊരു പ്ലെയർ, നമ്മൾ നല്ല റേറ്റിംഗുള്ള ഒരു പ്ലെയറാണ് വാങ്ങിയത്, അത് നല്ല രീതിയിൽ ഹൈക്കാവുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മൾ വാങ്ങിയേക്കാളും 4 ഇരട്ടി പൈസയ്ക്ക്, 5 ഇരട്ടി പൈസയ്ക്കൊക്കെ നമുക്ക് തിരിച്ച് സെല്ലടിക്കാനും പറ്റും. കാരണം ഒരു 4-5 മാസം ഈ പ്രൊജക്റ്റ് ലോഞ്ച് ആകുമ്പോൾ NFTs എല്ലാം 50, 100, 120 ആ റേഞ്ചിലൊക്കെ ആയിരുന്നു കിടന്നിട്ടുണ്ട്. $120 റേഞ്ചിലൊക്കെയാണ്. ഇപ്പം അത് 800, 1000 ആ റേഞ്ചിലേക്കൊക്കെ പോയിട്ടുണ്ട്. നല്ല സൂപ്പർ പവറൊക്കെ വാങ്ങണമെങ്കിൽ നല്ല രീതിയിലൊരു ഹൈക്ക് തന്നെ വന്നിട്ടുണ്ട്. സോ ഇന്നത്തെ പ്രൊജക്റ്റിൽ അങ്ങനത്തെ ഒരു പ്രൊജക്റ്റിന് ഏതാണ് നമുക്ക് കണ്ടുപിടിക്കാമെന്നറിയില്ല. അങ്ങനെ കണ്ടുപിടിച്ചിട്ട് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം എന്ന് വിചാരിച്ച സമയത്താണ് ഈ ഒരു പ്രൊജക്റ്റ് എൻ്റെ മനസ്സിൽ പെട്ടത്. ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ല. പക്ഷേ മെയിൻലി ഇത് ഇന്ത്യൻ പ്രൊജക്റ്റാണ്. സോ ഇന്ത്യയിൽ ഇപ്പം ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് വരുന്നുണ്ട്. മാറ്റിക് ഇന്ത്യയിലുള്ളതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. EPNS ഞാൻ ചെയ്ത വീഡിയോ അതും ഇന്ത്യയിലാണ്. അപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് പ്രൊജക്ട്സ്, ഒരുപാട് ഡാവോസും ഡെഫീസും എല്ലാം വരുന്നുണ്ട്. സോ നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ളൊരു പ്രൊജക്റ്റ് ആകുമെന്ന് വിശ്വസിച്ചിട്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് നിങ്ങളിലേക്ക് ചെയ്യുന്നത്. ഇതൊരു ഫൈനാൻഷ്യൽ അഡ്വൈസ്മെൻറ്റ് അതല്ല. നിങ്ങൾക്ക് ഇതിപ്പം ലോഞ്ച് ചെയ്തിട്ടില്ല. അപ്പം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വാച്ച് ലിസ്റ്റിലിട്ട് വെച്ചേക്കാം. ഈ NFT ചെറിയ രീതിയിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് വാങ്ങി ഹോൾഡ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് തെറ്റുണ്ടാവില്ല എന്ന് തോന്നുന്നു. NFT പ്രിയർ ആരെങ്കിലും ഉണ്ടെങ്കിൽ. കാരണം ഇതിൻ്റെ സ്ട്രക്ചറും ഈ ക്രിക്കറ്റും ഒക്കെ ഭയങ്കര ഇതിൽ ഹൈപ്പാവുകയാണ്. എസ്പെഷ്യലി ഇനി ഗോയിങ് ഫോർവേഡ് നമുക്ക് മെറ്റാവേഴ്സും Web3 ഇതൊക്കെ കൂടുതൽ ഡെവലപ്മെൻറ്റ് വരുന്ന സമയത്ത് പ്ലേ ടു ഏൺ ഗെയിംസ് ഒക്കെ നല്ല രീതിയിൽ ഇനിയും ഹൈക്കാവാൻ ചാൻസ് ഉണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ ആ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷനാണ്. അപ്പം എന്താണ് ഞാൻ പറയാൻ പോകുന്ന പ്രൊജക്റ്റ്, പുതിയ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള വീഡിയോ നേരെ സ്ക്രീനിലേക്ക് പോയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മളിന്ന് പറയാൻ പോകുന്ന പ്രൊജക്റ്റ് എന്ന് പറയുന്നത് Bowled.io എന്നാണ്. BOWLED, ബൗൾഡ് ഇല്ലേ, ക്രിക്കറ്റ് ബൗൾഡ്. അപ്പോൾ ആ Bowled.io എന്നാണ് ഈ പ്രൊജക്റ്റിൻ്റെ പേര്. അപ്പം അതിൻ്റെ വെബ്സൈറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ തോന്നുന്നുണ്ട് ഇവിടെ വെബ്സൈറ്റ്. എന്നിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് earnplay earn എന്നാണ് എഴുതിയേക്കണേ. വേൾഡ്സ് ഫസ്റ്റ് പ്ലേ ടു ഏൺ സോഷ്യൽ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇവിടെ 2 NFTs എല്ലാം കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റേഡിയത്തിനകത്ത്. അത് കാണുമ്പോൾ നമ്മുടെ കെയ്ൻ വില്യംസനും അതുപോലെ വിരാട് കോഹ്ലിയൊക്കെ ഉള്ള പോലെയാണ്. പക്ഷേ ഈ ഒരു ഇതാണ് കൊടുത്തേക്കണത്. ഇതിൻ്റെ താഴത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. ഇവിടെ 3 പെട്ടാണ് പ്ലേ, മാർക്കറ്റ് പ്ലേസ്, ഹോം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് പ്രൊജക്റ്റ് ചെയ്യുന്ന ചലഞ്ച് അതേഴ്സ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന, ആദ്യം തന്നെ ഈ ഒരു ഗെയിമിൽ എങ്ങനെയാണ് നമ്മൾ ഏൺ ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. സോ അതിനകത്ത് നമുക്ക് ഇവിടെ കാണാം എന്തൊക്കെയാണ് മെത്തേഡ് ഉള്ളതെന്നുള്ളത്, എന്തൊക്കെയാണ് നമുക്ക് ഇതിലൂടെ ചെയ്യാമെന്നുള്ളതാണ്. ആദ്യം ബൈ യുവർ ഫേവറേറ്റ് അസറ്റ്സ് സച്ച് ആസ് ക്രിക്കറ്റ് പ്ലേയേഴ്സ് ആൻഡ് ഐക്കണിക് സ്റ്റേഡിയം. നമുക്ക് ഇതിലൂടെ പ്ലേയേഴ്സിനെയും ഐക്കണിക് സ്റ്റേഡിയംസ്, ഒരുപാട് നമുക്കറിയാം സ്റ്റേഡിയംസ് എല്ലാം വാങ്ങാം. ഒരുപാട് കളി നടക്കുന്ന സ്റ്റേഡിയത്തിലായിരിക്കുമല്ലോ. സോ അതെല്ലാം നമുക്ക് ഇതിലൂടെ വാങ്ങാൻ പറ്റും. പിന്നെ പ്ലേ വിത്ത് അതർ ഫാൻസ് ആൻഡ് ക്ലൈംബ് അപ്പ് ദ ലീഡർ ബോർഡ്. നമുക്ക് മറ്റുള്ള ആൾക്കാരുമായിട്ട് ഗെയിം കളിച്ചിട്ട് നമ്മുടെ ലീഡർ ബോർഡ് ഇൻക്രീസ് ചെയ്ത് നമുക്ക് അതിന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ജനറേറ്റ് ഇൻകം ബൈ വിന്നിങ് മാച്ചസ് ആൻഡ് ഓണിങ് ട്രേഡിംഗ് അസറ്റ്സ്. നമുക്ക് ഇൻകം ഈ ട്രേഡ് NFTs ഉണ്ടാക്കിയിട്ടും അതുപോലെ ഇത് നമുക്ക് ട്രേഡ് ചെയ്തിട്ടും അല്ലാണ്ട് മാച്ചിൽ ജയിച്ചിട്ടൊക്കെ നമുക്ക് ഇതിൽ ഏൺ ചെയ്യാൻ പറ്റുന്നൊക്കെയാണ് പറയുന്നത്. ഈ 3-4 വഴികളാണ് ഇവർ പറയുന്നത്. ഇനി ഇതിനകത്ത് ഇവർ എന്തൊക്കെയാണ് സെല്ല് ചെയ്യണമെന്ന് വെച്ചാൽ, ഗെറ്റ് യുവർ അസറ്റ്സ്, എന്തൊക്കെയാണ് നമുക്ക് അസറ്റ്സ് ആയിട്ടുള്ളത്. ഇവിടെ Opensea മാർക്കറ്റ് പ്ലേസിൽ ഇവർ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണുള്ളത്. നമുക്ക് പിന്നിലേക്ക് പോകാം. ആദ്യം എന്താണെന്നുള്ള ഒരു ഓവറോൾ സ്ട്രക്ചർ പറയാം. സോ ഇത് പറയണത് ഗെറ്റ് യുവർ ഫേവറേറ്റ് അസറ്റ്സ് ലൈക്ക് പ്ലേയേഴ്സ് സ്റ്റേഡിയം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് സാധാ NFTക്കകത്ത് നമുക്കറിയാം ഒരാൾക്കാരുടെ രൂപങ്ങൾ വാങ്ങാം. നമ്മൾ ക്രിക്കറ്റ് പ്ലേയേഴ്സിനെ കുറിച്ച് വാങ്ങാം. ജംട്രേഡിലൊക്കെ പ്ലേയേഴ്സിനെ നമ്മൾ വാങ്ങുന്നത്. സോ ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ സ്റ്റേഡിയം NFT ആയിട്ട് വാങ്ങാം, പ്ലെയർ കാർഡ്സ് വാങ്ങാം, പിന്നെ ആർട്ട് ഫാക്ട് കാർഡ്സും ഉണ്ട്. അതെന്ന് വെച്ചാൽ അതുപോലെ ഈ ആസ്ഫാൾട്ടൊക്കെ കളിക്കുന്നവർക്ക് അറിയായിരിക്കും, ചിലപ്പം സ്പ്രിൻ്റൊക്കെ പെട്ടെന്ന് സാധനം കിട്ടി കഴിഞ്ഞാൽ സ്പീഡിലൊക്കെ പോകാൻ വേണ്ടി. അപ്പോൾ അതുപോലെ ഈ ഒരു കാർഡ് നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് വല്ല സൂപ്പർ പവറൊക്കെ കിട്ടുമായിരിക്കും. ബോളിംഗ് എല്ലാം തീയുണ്ട പോലെ പോകുമായിരിക്കും. അതായിരിക്കും ചിലപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ടാവുക.
അതുപോലെ ഏണിംഗ് വിത്ത് ബോൾ.ai എങ്ങനെയാണ് ഈ ഒരു സാധനം നമ്മുടെ അസറ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ ഏൺ ചെയ്യാമെന്നുള്ളൊരു 5 മെത്തേഡുകളാണ് ഇവർ പറയുന്നത്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് വിന്നിങ് മാച്ചസ് അഗൈൻസ്റ്റ് അതർ ഫാൻസ്. നമ്മുടെ ഇതുപോലെ ഒരുപാട് ഫാൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യൻ ഫാൻസ്, ന്യൂസിലാൻഡ് ഫാൻ, അങ്ങനെ ഒരുപാട് ഫാൻസ് ഉണ്ടാവും. സോ ഈ ഫാൻസിൻ്റെ ഇടയിൽ നമ്മൾ വിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള റിവാർഡ് കിട്ടും. പിന്നെ പറയുന്നത് ഫിനിഷിംഗ് ടൂർണമെൻറ്റ്സ് ഇൻ ടോപ്പ് പൊസിഷൻ. നമ്മൾ ടൂർണമെൻറ്റ് ജയിക്കുകയാണെങ്കിൽ, ഒന്നാമതോ രണ്ടാമതൊക്കെ ആയിട്ട് ജയിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള റിവാർഡ് നമുക്ക് കിട്ടും. മൂന്നാമത്തെ സെല്ലിംഗ് പ്ലെയേഴ്സ് ഓർ സ്റ്റേഡിയം കാർഡ്സ്. അതായത് നമുക്ക് ഈ കാർഡ് നമ്മൾ NFT വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഗെയിം ഹൈക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിപ്പം $100 NFT വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മേലേക്ക് കയറുകയാണെങ്കിൽ നമുക്കത് നല്ല പ്രോഫിറ്റാണ്, സെല്ലടിക്കാൻ പറ്റും. അത് നല്ലൊരു പ്രോഫിറ്റ് തന്നെയാണ്. പിന്നെ ജനറേറ്റിംഗ് സ്പോൺസർഷിപ്പ് ആൻഡ് ടിക്കറ്റിംഗ് ഇൻകം. ഇതുകൊണ്ട് എനിക്ക് ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവാൻ പറ്റിയത് ഇത് വലിയ രീതിയിലേക്ക് VCസിലേക്കാണ് പോകും. അപ്പോൾ നമുക്കിപ്പം ക്രിക്കറ്റ് കളി നമ്മുടെ റിയൽ ലൈഫ് ക്രിക്കറ്റിൽ എങ്ങനെ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ടൊന്ന് പോയി. റിയൽ ലൈഫ് ക്രിക്കറ്റിൽ എങ്ങനെ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സ്പോൺസേഴ്സ് ഉണ്ടാവും. ഓരോ ഗെയിമിന് അഡ്വർടൈസ്മെൻറ്റ്സ് ഇതൊക്കെ ഉണ്ടാവും. നമ്മുടെ ഒരു പ്ലേ ഗ്രൗണ്ട് നമ്മൾ ഗെയിമിനകത്ത് ആരെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് അഡ്വർടൈസ്മെൻറ്റ്സ് എല്ലാം വരും. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഒന്നും ഇവർ വന്നിട്ടില്ല. ജസ്റ്റ് ഞാൻ പറഞ്ഞില്ല, ഇതിൽ ബിഗിനിങ് സ്റ്റേജിലാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എങ്ങനെയാണ്, ഗെയിം എങ്ങനെയാണ് രീതി എന്നൊക്കെ ഇനി വരുന്നതിൽ വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. പക്ഷേ ഇതാണ് സംഭവം, ജനറേറ്റിംഗ് സ്പോൺസർഷിപ്പ് ആൻഡ് ടിക്കറ്റിംഗ് ഇൻകം. നമുക്ക് സ്പോൺസർ ചെയ്തിട്ടോ അങ്ങനെ ഒരു ഇൻകം ഉണ്ടാക്കാൻ പറ്റും. ടിക്കറ്റ് നമ്മുടെ സ്പോൺസർ ചെയ്ത ആൾക്കാർ ഈ ഗെയിം യൂസ് ചെയ്യുകയാണെങ്കിലൊക്കെ നമുക്ക് അതിന് ഇൻകം ഉണ്ടാവും. പിന്നെ റെൻറ്റിങ് യുവർ അസറ്റ്സ്. ഈ റെൻറ്റിങ് യുവർ അസറ്റ്സ് ഇവിടെ എന്താ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്റ്റേഡിയം കാർഡും പ്ലെയർ കാർഡ്സൊക്കെ വാങ്ങാൻ പറ്റും. ഇപ്പോൾ നിങ്ങളൊരു NFT വാങ്ങി, പക്ഷേ നിങ്ങൾക്ക് കളിക്കാൻ ഒട്ടും താല്പര്യം, നിങ്ങൾ ഗെയിമിങ്ങിൽ എത്ര താല്പര്യമില്ലാത്ത ഒരാളാണ്, ഈ NFT ഒരു അസറ്റായിട്ട് മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കളിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ, നല്ല രീതിയിൽ ഈ ഗെയിമിങ്ങിലൊക്കെ ഇൻവോൾവ് ആയ ആൾക്കാർക്ക് വേണമെങ്കിൽ നല്ല രീതിയിൽ പൈസ ആയതുകൊണ്ട് അവർക്ക് ഇത് വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും. സോ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഈ കാർഡ് റെൻറ്റ് കൊടുക്കാം. നമ്മൾ വാങ്ങിയ NFTs റെൻറ്റിന് കൊടുത്ത് നമ്മൾ ലെൻഡിങ് ചെയ്യാന്നൊക്കെ പറയില്ല, അതുപോലെ ലെൻഡിങ് അല്ല, ഇവിടെ റെൻറ്റിന് കൊടുത്തിട്ട് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാം. മോർ ദാൻ ദാറ്റ് ഇവിടെ എന്താണ് ഗുണമെന്ന് വെച്ചാൽ ഈ സ്റ്റേഡിയം കാർഡിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്കറിയാം എപ്പോഴും ഒരു മാച്ച് നടക്കുന്ന ഒരു സ്റ്റേഡിയത്തിലായിരിക്കും. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ചെന്നൈയിൽ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് അവിടെ ക്രിക്കറ്റ് കളിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ NFT ഒന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ NFT ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഇനി പോകുന്നില്ല. ചിലപ്പോൾ ഈ സ്റ്റേഡിയത്തിനകത്ത് ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇതൊന്നും നടന്നോളണമെന്നില്ല, ഇതൊക്കെ അവരുടെ ഐഡിയാസാണ്. ഇപ്പം നമ്മുടെ കൊച്ചിയിൽ കളി നടക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഫ്ലെക്സ് ബോർഡ്സ് എല്ലാം മലയാളത്തിലൊക്കെ എഴുതി വയ്ക്കാം. സോ മറ്റുള്ള സ്റ്റേഡിയത്തിൽ അത് പറ്റില്ലായിരിക്കാം. സോ കേരളത്തിൽ കളി കാണണം എന്നുള്ളവരാണെങ്കിൽ ഈ ഒരു സ്റ്റേഡിയത്തിൽ കളി നടത്തണം. ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ NFT നിങ്ങളുടെയിലാണെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് ഇപ്പം സാധാരണ നമ്മുടെ നാട്ടിലൊരു സ്റ്റേഡിയം നടക്കുമ്പോൾ അവർക്ക് റെൻറ്റ് കൊടുക്കണം, ആ ടീമിൻ്റെ അസോസിയേഷൻ കൊടുക്കണം. അതുപോലെ ഈ റെൻറ്റ് നമ്മൾ ഇവിടെ ഗെയിം കളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിനൊരു തരം ഈ സ്റ്റേഡിയം കാർഡ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് നല്ല ഇത് കിട്ടാൻ ചാൻസ് ഉണ്ട്, നമുക്ക് അതിനനുസരിച്ചുള്ള പ്രൈസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് പ്ലെയർ കാർഡിനേക്കാളും കൂടുതൽ ചിലപ്പം സ്റ്റേഡിയത്തിനായിരിക്കാം കുറച്ചും കൂടി പൈസ ഉണ്ടാവുക തോന്നുന്നു. എനിക്കറിയില്ല, ഇതൊരു ഊഹം മാത്രമാണ്. നമുക്ക് എന്താണെന്നുള്ള ഡീറ്റെയിൽസ് പിന്നെ വരുമ്പോൾ നോക്കാം. ഇതൊക്കെയാണ് നമുക്ക് അഞ്ച് മെത്തേഡ് പൈസ ഉണ്ടാക്കാനുള്ളത്. ഇവരുടെ റോഡ് മാപ്പ് പറയുന്നത് Q1 അസറ്റ് സെയിൽ ചെയ്യും. ഇപ്പോൾ ഓപ്പൺസീ ഞാൻ പറഞ്ഞു, ഓപ്പൺസീ നമുക്ക് പോകാം. ഓപ്പൺസീയിൽ ഓൾറെഡി കുറച്ച് NFTs ഓൾറെഡി ഉണ്ട്. കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണ്, ഇവരുടെ കമ്മ്യൂണിറ്റിയെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ നേറ്റീവ് മാർക്കറ്റ് പ്ലേസ്, റിലീസ് ഗെയിം അരീന. ഇത് ഇനിയും വന്നിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞു. ഗെയിം അരീന എന്ന് പറഞ്ഞാൽ ഓക്കെ ഇതിൻ്റെ ഒരു സ്ട്രക്ചറാണ്, പക്ഷേ എങ്ങനെയാണ് ഇതിൻ്റെ ട്രെയിലറൊന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. Q4 2022 ബൗൾഡ് BWLD എന്നാണ് ഇതിൻ്റെ ടോക്കണിൻ്റെ പേരുണ്ട്. നമുക്ക് എല്ലാത്തിലും ഒരു Axie ഇൻഫിനിറ്റിക്ക് AXS എന്ന് പറഞ്ഞ പോലെ ഇതിന് BWLD എന്നാണ് ടോക്കണിൻ്റെ പേര് വരുന്നത്. സോ അത് ലോഞ്ച് ചെയ്യുന്നതാണ് പറയുന്നത് Q4, അതായത് ഒക്ടോബർ, നവംബർ, ഡിസംബർ അടുത്ത് വരുന്ന 3 മാസത്തിൽ ഏതെങ്കിലും ഒരു മാസത്തിൽ എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. നമുക്ക് നോക്കാം. ഒരു ടീം നമ്മൾ പറഞ്ഞ പോലെ ഇന്ത്യൻ പ്രൊജക്റ്റാണ്. അക്ഷയ് കണ്ടൽവാൾ, രാഹുൽ സിംഗ്, നീരജ് ജൻജീവ്, ഈ പറഞ്ഞ 3 പേരാണ് ഇതിൻ്റെ മെയിൻ ഫൗണ്ടേഴ്സ്. സോ ഒരു ഇന്ത്യൻ പ്രൊജക്റ്റാണ്. ഇന്ത്യൻ പ്രൊജക്റ്റ് എപ്പോഴും അങ്ങനെ വെറുതെ സ്കാമായി പോകുമെന്നറിയില്ല. അത്യാവശ്യം ഇവർക്ക് ലിങ്ക്ഡിൻ ഫോളോവേഴ്സും ഇതൊക്കെ ഉണ്ട്. ഇവരുടെ നമുക്ക് എപ്പോഴും അറിയാം ഏതൊരു പ്രൊജക്റ്റ് ആണെങ്കിലും ഇച്ചിരി പ്രൊഫഷണൽ ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം ലിങ്ക്ഡിനിലാണ്. ഇവരുടെയൊക്കെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടീമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് നോക്കിയിരിക്കാം. പറഞ്ഞ പോലെ ഇത് കംപ്ലീറ്റ്ലി ഒരു അഡ്വൈസ്മെൻ്റ് ആയിട്ട് എടുക്കരുത്. ബട്ട് പിന്നെ ഇതിനകത്തുള്ള കുറച്ച് ഫ്രീക്വൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇവർ ആഡ് ചെയ്തിരിക്കുന്നത്. വളരെ ചെറിയൊരു ലാൻഡിംഗ് പേജാണ്. ഇവിടെ പറയണത് bowl.io എന്തുകൊണ്ടാണ് എന്നൊക്കെയാണ്. bowl.io is world's first cricket based play to earn game and ecosystem of assets where users can compete. അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവർ core aim is to develop innovative model where users can deploy their knowledge. മെയിൻലി എനിക്ക് വേറൊരു ഡൗട്ട് ഉണ്ട്, ഇതിൻ്റെ ഗെയിം പ്ലേ കണ്ടറിയാം. നമുക്കൊന്നിൽ ജസ്റ്റ് നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന പോലെ കളിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഡ്രീം 11 കളിക്കുന്ന പോലെ സെറ്റപ്പ് ആണോ എന്നറിയില്ല. ഓരോ NFTs എല്ലാം വെച്ച്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ അങ്ങനെ ഒരു ഐഡിയ ആക്കാം. കാരണം ഓരോ പ്ലേയേഴ്സിൻ്റെ NFT ഹോൾഡ് ചെയ്ത് നമ്മൾ ഒരു ടീം സെറ്റ് ചെയ്ത് അതിന് കൂടുതൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് പ്രൈസ് അങ്ങനെ ആവാം. അതെങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടില്ല, ഇങ്ങനത്തെ ഒരു സംഭവമാണ് ഇവർ പറയണത്. പിന്നെ സാധാ ബേസിക് ആയിട്ടുള്ള എന്തൊക്കെയാണ് P2E ഗെയിംസ്, എന്താണ് bowl.io, എന്തിനാണ് ഇതെന്തുകൊണ്ടാണ് സെപ്പറേറ്റ് ആയി നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് വെൽ ക്രാഫ്റ്റഡ് മൊബൈൽ ഗെയിമാണ് കേട്ടോ. മൊബൈൽ ഫസ്റ്റ് ഗെയിമാണ്, മാസ് അഡോപ്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഗെയിം പ്ലേ പ്ലസൻറ്റ് ക്രിക്കറ്റ് സെറ്റിംഗ്, ക്രിക്കറ്റ് തന്നെ ആയിരിക്കും. ഡ്രീം 11 പോലെ ആവില്ല വിശ്വസിക്കുന്നുണ്ട്. എബിലിറ്റി ടു ഈസിലി ഇൻറ്റഗ്രേറ്റ് വിത്ത് ബ്ലോക്ക് ചെയിൻ ലെയറായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇവരുടെ എന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെയൊക്കെയാണ്. പിന്നെ ഇവിടെ എഴുതിയിട്ട് മെയ്ഡ് വിത്ത് ലവ് ഇൻ ഇന്ത്യ ഫോർ ദ വേൾഡ്. ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന, ലോകത്തിന് വേണ്ടി ഇന്ത്യയിൽ സ്നേഹത്തോടു കൂടി ഉണ്ടാക്കുന്ന ഒരു പ്രൊജക്റ്റ് എന്നുള്ള ലെവലിലൊക്കെയാണ് ഇവരത് എൻഡ് ചെയ്തേക്കുന്നത്. ഇതിൽ ജസ്റ്റ് ലീഗൽ പോളിസി ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള പ്രൊജക്റ്റിന് കൊടുക്കുന്ന പോലെയാണ്. ഇവരുടെ കമ്മ്യൂണിറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ ട്വിറ്ററിനകത്ത് നോക്കാം.
ട്വിറ്ററിനകത്ത് ഏകദേശം 7500 പരം ഫോളോവേഴ്സ് ഉണ്ട്. അത്യാവശ്യം ആക്റ്റീവാണ്. ഈ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ മെയിൻലി ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ കിട്ടാൻ നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഇന്ത്യയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് സ്പോർട്ടാണ് ക്രിക്കറ്റ്. അപ്പം അതിനെക്കുറിച്ച് ഓരോ ട്വിറ്റർ ത്രെഡും അതുപോലെ ട്വിറ്റർ സ്പേസ് ഒക്കെ അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഫ്രീക്വൻ്റ്ലി ഓരോരോ കാര്യങ്ങൾ ഇടുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. അത്യാവശ്യം ഇതുവരെ ലോഞ്ച് ആവാത്ത പ്രൊജക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോളോവേഴ്സ് തന്നെയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ടെലിഗ്രാമിലേക്ക് നോക്കുകയാണെങ്കിൽ ടെലിഗ്രാമിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്ന് മാത്രം നമുക്ക് നോക്കാം. 8514 മെമ്പേഴ്സാണ് ടെലിഗ്രാമിലുള്ളത്. ഏകദേശം ഇപ്പോൾ 118 ആവും. അതും കുഴപ്പമില്ല. കണ്ടോ, ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് വലിയ ഹൈപ്പൊന്നും വരാത്ത സമയത്ത് ഇത്രയും പേരുണ്ട്, ട്വിറ്ററിനകത്തും ഇത്രയും ഫോളോവേഴ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവർ എന്തെങ്കിലും ചെറിയ രീതിയിലൊക്കെ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടാവാം. ബട്ട് എന്നാലും ഒന്നും ഇതിനൊരു പ്ലേ മീൻസ് ട്രെയിലർ പോലും ഇറങ്ങിയിട്ടില്ല ഈ വീഡിയോൻ്റെ. അപ്പോൾ ഈ ഒരു സമയത്ത് ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കാം. അതുപോലെ തന്നെ വേറെ ഒന്ന് പറഞ്ഞാൽ ഡിസ്കോഡ്, മീഡിയം നമ്മൾ ബ്ലോഗൊന്നും നോക്കില്ല, ഡിസ്കോഡിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട് നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടായിരുന്നു. ഏകദേശം 4730 മെമ്പേഴ്സാണ്. 4000, അതും ഒരു 5000, ഏകദേശം ഒരു 5000-നും 4000-നും മേലെ ഉണ്ട് എല്ലാത്തിലും കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്. അത്യാവശ്യം കുഴപ്പമില്ല. പ്രൊജക്റ്റ് ഒന്നും ആയിട്ടില്ല, അവർ മര്യാദയ്ക്ക് വൈറ്റ് പേപ്പർ പോലും ഇല്ല, എന്നിട്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോളോവേഴ്സ് എല്ലാം ഇതിനകത്തുണ്ട് എന്നുള്ളത് നല്ലൊരു ന്യൂസ് തന്നെയാണ്. സോ ഇതാണ് ഇത് മൊത്തത്തിലുള്ളത്. ഇനി ഇതിനകത്ത് ഫ്രണ്ടിൽ നമ്മൾ പറഞ്ഞ ഓപ്പൺസീ മാർക്കറ്റ് പ്ലേസിലേക്ക് ഒന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ എത്ര അസറ്റ്സ് NFTs കറൻ്റ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 120ഓളം ഐറ്റംസ് ഓൾറെഡി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് NFTക്കകത്ത്. 34 ഓണേഴ്സാണുള്ളത്. മെയിൻലി ഇതെന്താ വെച്ചാൽ പോളിഗണലാണ്, ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഫീസ് എന്നുള്ള പ്രശ്നം കുറച്ച് കുറവായിരിക്കും. എത്തീരിയം ഇനി 2.0ലേക്ക് വരുമ്പോൾ ഗ്യാസ് ഫീസ് കുറയുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് എത്ര പെട്ടെന്ന് നടക്കുമെന്നറിയില്ല. മെർജ് ഉടനെ ഉണ്ടാവും. പക്ഷേ എന്നാലും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മെർജിൽ പല കാര്യങ്ങളും സ്റ്റേജ് ബാക്കിയുണ്ടെന്ന്. അതിനെക്കുറിച്ച് കണ്ടില്ല എന്നത് തീർച്ചയായിട്ടും കാണാം. വീഡിയോൻ്റെ ലിങ്ക് എവിടെയും കൊടുക്കാം. എത്തീരിയം മെർജിനെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പം എത്തീരിയത്തിൽ വേണ്ടില്ല, ആ ടെൻഷൻ നമുക്കില്ല. കാരണം പോളിഗണലായതുകൊണ്ട് വലിയ ഗ്യാസ് ഫീസ് ഇല്ലാണ്ട് തന്നെ നമുക്ക് വാങ്ങാൻ പറ്റും. ഇപ്പം ഇതിൽ ബേസ് പ്രൈസ് എന്ന് പറയുന്നത് റീസെൻ്റ്ലി ലിസ്റ്റഡ്, നമുക്ക് ലോ ടു ഹൈ നോക്കി നോക്കാം. ലോ ടു ഹൈയിൽ എന്താണ് പ്രൈസ് ഏറ്റവും കുറഞ്ഞ് വരുന്നത്? 0.2 എത്തീരിയം ഒക്കെയാണ്. 0.09 എത്തീരിയം, 0.08. ബേസ് പ്രൈസ് എന്ന് പറയുന്നത് 0.08 എത്തീരിയമാണ്. 0.08 എത്തീരിയം ഉണ്ടെങ്കിൽ നമുക്കിപ്പം ഒരു ഇത് വാങ്ങാം. സൗത്ത് ആഫ്രിക്കയാണ് തോന്നുന്നത്. സൗത്ത് ആഫ്രിക്കയുടെ ഒരു പ്ലെയറിനെ നമുക്ക് വാങ്ങാൻ പറ്റും 0.08 ഉണ്ടെന്നുണ്ടെങ്കിൽ. സോ അത് നല്ലൊരു ബേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 0.08 എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര പ്രൈസ് ആവും നോക്കട്ടെ. 0.08 എത്തീരിയം ടു USD എന്ന് പറയുകയാണെങ്കിൽ നല്ല അത്യാവശ്യം വലിയൊരു പ്രൈസ് തന്നെയാണ്. ടു USD വേണ്ട, INR നോക്കാം, നമുക്ക് കൺഫ്യൂഷൻ ആക്കണ്ടല്ലോ. 12,000 രൂപ, ഏകദേശം 12,000 രൂപ വരും ഇപ്പം ഒരു ബേസ് ലെവലുള്ളൊരു NFT ഇതിലത്ത് വാങ്ങണമെന്നുണ്ടെങ്കിൽ. അതാണ് 0.08 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ മേലെ ആയിരിക്കും, 12,000-ന് മേലെയാണ് ഇപ്പം നിൽക്കുന്നത്. ഞാൻ ജെം ട്രേഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം ഇത്ര ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പം ഏകദേശം ഇതിലും മേലെയാണ് റേഞ്ച് വരുന്നത്. സോ അത് പൊട്ടൻഷ്യൽ ഇത് സംഭവം ക്ലിക്കാക്കാൻ തീർച്ചയായിട്ടും ഇത് നല്ല രീതിയിൽ കയറും. ഈ 12,000 എന്നുള്ളതൊന്നും കിട്ടാതെ ആവും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഇപ്പം നമ്മൾ വാങ്ങണോ എന്നുള്ളതൊന്ന് വെയിറ്റ് ചെയ്തിരിക്കാം. NFTസിൻ്റെ കേസൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് ഇനി അപ്ഡേറ്റ് വരാണ്. ഇതിൻ്റെ വേറെ വെബ്സൈറ്റിനകത്ത് കാണുമ്പോൾ ഇവരുടെ വീഡിയോസും ട്രെയിലറൊന്നും വന്നിട്ടില്ല. ഇവിടെ നമ്മൾ ലോഗിൻ ചെയ്താൽ തന്നെ ഇവിടെ മാർക്കറ്റ് പ്ലേസും കമ്മിങ് സൂൺ ആണ്. പ്ലേ അതും വന്നിട്ട്, ഈ മാർക്കറ്റ് പ്ലേസ് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഇവിടെ റോഡ് മാപ്പിനകത്ത് സെക്കൻഡിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. അത് കഴിഞ്ഞ മാസം വരേണ്ടതാണ്. കഴിഞ്ഞ ജൂൺ, ജൂലൈ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂണിൻ്റെ ഉള്ളിൽ വരേണ്ടതാണ്. പക്ഷേ അത് വന്നിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും അത് ബെയർ മാർക്കറ്റ് ആയതുകൊണ്ടായിരിക്കും, നമുക്കത് അസംപ്ഷനായിട്ട് വിടാം. ഇവിടെ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് വേറെ എന്തെങ്കിലും കിട്ടുമെന്ന് നോട്ടെ. അപ്പോൾ നമ്മുടെ ഇമെയിൽ ID വെച്ചിട്ട് ഞാൻ ഓൾറെഡി സൈനപ്പ് ചെയ്തു. നിങ്ങൾ ആദ്യം വരാൻ നിങ്ങൾക്ക് ഒരു വെയിറ്റ് ലിസ്റ്റ് പേജ് കിട്ടും. നിങ്ങളത് വെയിറ്റ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ മെയിലൊക്കെ വരും. ഇവിടെയും വലിയ കാര്യമായിട്ടൊന്നുമില്ല, ഇതേ സാധനം തന്നെയാണ്. നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് മാർക്കറ്റ് പ്ലേസിലേക്ക്, ഇപ്പം മാർക്കറ്റ് പ്ലേസ് ഇല്ലാത്തതുകൊണ്ട് കമ്മിങ് സൂൺ തന്നെയാണ്. ഇതുപോലെ പ്ലേ ചെയ്യുക, അതായത് ട്രെയിലറും കമ്മിങ് സൂണാണ്. അപ്പോൾ ഇത്രയുള്ള ഈ പ്രൊജക്റ്റ്, ഇതിനെക്കുറിച്ച് ഓവറോൾ ഒരു ഇൻഫർമേഷൻ തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് നമ്മൾ ജെം ട്രേഡ് മിസ് ചെയ്ത പോലെ മിസ് ചെയ്യരുത്. ചിലപ്പോൾ ഇതിനെക്കുറിച്ച് ഇനി നല്ല അപ്ഡേറ്റ് ഒക്കെ വരികയാണെങ്കിൽ ചിലപ്പം ഒരു ഫ്ലാഷ് സെയിൽ പോലെ ചെറിയ രീതിയിലേക്ക് എന്തെങ്കിലും വാങ്ങാൻ പറ്റുന്നൊക്കെ വരികയാണെങ്കിൽ നമുക്കൊന്ന് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.